കഴിയുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ പാർട്ടി നേതാക്കൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മറുപടി നൽകുന്നുണ്ടോ? ഇനിയിപ്പോൾ വേലിക്കകത്ത് നിന്നും എടുത്താൽ തന്നെ 3 കിലോമീറ്റർ ദൂരം എത്ര സമയം കൊണ്ട് താണ്ടാൻ കഴിയും എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമില്ല. എങ്കിൽ കൂടിയും DC ഓഫീസിലെ നേതാക്കളൊക്കെ നൽകുന്ന വിവരമനുസരിച്ച് എപ്പോഴത്തേക്ക് DC ഓഫീസിലേക്ക് VSന്റെ ഭൗതികദേഹം എത്തിക്കാൻ കഴിയും? ഞാൻ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് DC ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വന്നിരുന്നു കുറച്ചു മുമ്പ്. അങ്ങനെ അതുവഴി എനിക്കൊന്ന് യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി എന്തായാലും കുറെ സമയം കഴിയും. കാരണം വേലിക്കകത്ത് വീട്ടിൽ അത്രയും ജനത്തിരക്ക് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഉടനെ എടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. കാണാനുള്ള എല്ലാ ആൾക്കാരെയും കാണിച്ചിട്ട് മാത്രമേ അവിടെ നിന്ന് VSന്റെ ഭൗതിക ശരീരം പുറത്തെടുക്കൂ എന്ന് CPM നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം VSനെ കാണിച്ചതിന് ശേഷം മാത്രമേ DC ഓഫീസിലേക്ക് കൊണ്ടുവരികയുള്ളൂ. ഇപ്പോ വേലിക്കകത്ത് വീട്ടിലുള്ള ആൾക്കാർ അത് VSന്റെ ആ നാട്ടിലുള്ള ആൾക്കാരാണ്. ഈ ആലപ്പുഴ ജില്ലയിലുള്ള ആൾക്കാരാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് VSനെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ നിന്ന് എപ്പോൾ എടുക്കും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അവർ നൽകുന്നില്ല. എങ്കിൽ പോലും ഒരുപക്ഷെ ഒരു മണിക്കൂർ എന്നതിനപ്പുറത്തേക്ക് ചിലപ്പോൾ പോയേക്കില്ല. 3:30 ചിലപ്പോൾ എടുത്തേക്കാം. കാരണം തിരക്ക് അങ്ങനെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ എടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാരെ കയറ്റിവിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി ആൾക്കാരെ അങ്ങനെ പെട്ടെന്ന് കയറ്റിവിടുന്നുണ്ട്. അത് വേഗത്തിൽ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് വിജയിച്ചാൽ ഒരുപക്ഷെ അരമണിക്കൂറിനപ്പുറത്തേക്ക് പോകില്ല. പക്ഷെ DC ഓഫീസിലെ കാഴ്ച അങ്ങനെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. DC ഓഫീസിൽ രാവിലെ മുതൽ നമ്മൾ ഉള്ളത് കൊണ്ട് ഒരു കാര്യം കൃത്യമായി തന്നെ പറയാം. ഇത് ആലപ്പുഴ ജില്ലക്കാർ മാത്രമല്ല DC ഓഫീസിൽ VSനെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ ഉച്ച മുതൽ VSന്റെ മരണം അറിഞ്ഞതിന് ശേഷം ഇന്നലെ ഉച്ച മുതൽ ട്രെയിൻ കയറി ബസ് കയറി ഇവിടെ വന്ന് പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യാതെ ക്യൂ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഈ മഴ മുഴുവൻ നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് ഇവിടെ. അത് കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, നീലേശ്വരത്ത് നിന്നുള്ള ആൾക്കാരുണ്ട്, കാസർഗോഡ് നീലേശ്വരത്ത് നിന്നുള്ള ആൾക്കാരുണ്ട്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, മലപ്പുറത്ത് നിന്നുള്ള ആൾക്കാരുണ്ട്, തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, കോഴിക്കോട് നിന്നുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം, കൊല്ലം ജില്ല. വേലിക്കകത്ത് വീട്ടിലേക്ക് വീണ്ടും അവിടെ നിന്ന് ഭൗതികദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. DC ഓഫീസിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. DC ഓഫീസിലേക്കുള്ള വിലാപയാത്രയാണ്. വേലിക്കകത്ത് വീട്ടിൽ നിന്നും VS അച്യുതാനന്ദൻ ഇറങ്ങുകയാണ്. അവസാനത്തെ യാത്രയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരോടും വിട ചോദിച്ച് വേലിക്കകത്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു VS അച്യുതാനന്ദൻ. ഇനിയൊരു തവണ കൂടി ആ മണ്ണിലേക്കൊരു മടക്കമില്ല എന്ന യാഥാർത്ഥ്യം അവിടെ കൂടിയിട്ടുള്ള ജനസഞ്ചയം മുഴുവൻ തിരിച്ചറിയുന്നുണ്ട്. കണ്ണീരോടുകൂടി യാത്രയാക്കുകയാണ് പ്രിയപ്പെട്ട സമരനായകനെ, പ്രിയപ്പെട്ട ജനനായകനെ, പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ വേലിക്കകത്ത് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലേക്കുള്ള യാത്രയാണ് ഇനി. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കൂടി, ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു കാലം കൂടി VSന് പറയാനുണ്ട്. അതുകൊണ്ട് ആ DC ഓഫീസ് എന്നുള്ളതും VSനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു തലമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നേരെ DC ഓഫീസിലേക്കുള്ള യാത്രയാണ്. അതും 3 കിലോമീറ്റർ ഒരു വിലാപയാത്രയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വേലിക്കകത്ത് വീട്ട് വരെ എത്തിയ ഒരു വലിയ വാഹന വ്യൂഹം ഒപ്പമുള്ള ഒരു വിലാപയാത്രയുണ്ട്. അത് തന്നെയായിരിക്കും നമ്മൾ ഇനി വേലിക്കകത്ത് വീട്ടിൽ നിന്നും DC ഓഫീസ് വരെ ഇതും കാണാൻ പോകുന്നത്. വീട്ടിലിപ്പോൾ നട്രാജ് പരശുരാമുണ്ട്. നട്രാജ്, അവിടെ പൊതുദർശനം പൂർണ്ണമായും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പുറത്തേക്ക് എടുക്കുകയാണ്. നട്രാജ് വീട്ടിന് പുറത്താണോ ഉള്ളത്? ജീവിതത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ ഈ വീട്ടിലെടുത്ത് ഇനിയൊരു മടക്കമില്ല. അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വിലാപയാത്ര ഇവിടെ എത്തിച്ചപ്പോൾ ആദ്യം വീടിനകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 10 നിമിഷം ബന്ധുക്കൾ മാത്രമായി മൃതദേഹവുമായി വീട്ടിനകത്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ കാത്തിരുന്ന സഖാക്കൾക്കായി പുറത്ത് പൊതുദർശനം തുടങ്ങിയത്.
മടങ്ങുകയാണ് വി എസ് വീട്ടിൽ നിന്ന്, വേലിക്കകത്ത് വീട്ടിൽ നിന്നുള്ള അവസാനത്തെ യാത്രയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് മടങ്ങുന്നു. ഇനി ഒരിക്കൽ കൂടി ആ മണ്ണിലേക്ക് ഒരു തിരിച്ചുവരവില്ല. ആ മണ്ണിൽ നിന്നാണ് വി എസ് എന്ന ഹൃദയത്തോളം ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് ചേർന്ന് നിന്ന് രണ്ടക്ഷരങ്ങളിലേക്കുള്ള വളർച്ച വി എസ് കൈവരിച്ചത് ഈ മണ്ണിൽ കാലൂന്നി നിന്നാണ്. അവിടെ നിന്ന് മടങ്ങുകയാണ്. DC ഓഫീസിലേക്കാണ് ഇനി. ആകാശത്തേക്ക് ഉയരുന്ന അനേകായിരം മുഷ്ടികൾ തന്നെയാണ് ആരായിരുന്നു വി എസ് എന്നതിൻ്റെ ഉത്തരം. മെനഞ്ഞാന്ന് മരണം സ്ഥിരീകരിക്കപ്പെട്ടത് മുതൽ അന്തരീക്ഷത്തിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ അതിപ്പോഴും നിലക്കാതെ മുടങ്ങുന്നു എന്നുള്ളതാണ്. പെണ്ണെ കരളെ, എങ്കിലെ റോസാപ്പൂവെ എന്നീ തരത്തിലുള്ള ഇൻകിലാബ് വിളികളും റെഡ് സല്യൂട്ട് വിളികളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം തന്നെയാണ് വേലിക്കകത്ത് വീട്ടിലും ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വേലിക്കകത്ത് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു വി എസ് അച്യുതാനന്ദൻ. വീട്ടിൽ നിന്നും മടങ്ങുകയാണ്. ഈ മണ്ണിൽ നിന്നാണ് മനുഷ്യരിലേക്ക്, കഷ്ടപ്പെട്ട പീഡിതരായ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരിലേക്ക് വി എസ് എന്ന രണ്ടക്ഷരം പടർന്നു കയറിയത്. ആ മണ്ണിൽ കാലൂന്നി നിന്നുകൊണ്ടാണ് വി എസ് എന്ന വിപ്ലവകാരി ഉരുവപ്പെട്ടത്. ആ മണ്ണിൽ കാലൂന്നിയാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്തിയ ഭരണാധികാരിയായി മാറിയത്.